ഞങ്ങൾ ഈ ഒരുങ്ങിക്കെട്ടി കൊക്കരി കാണിച്ച് പോകുന്നത് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അയ്യപ്പനവ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നു. അത്യാവശ്യം ഇപ്പോൾ ചെറിയൊരു ഒഴുക്കൊക്കെ ഉള്ളൂ കേട്ടോ. അത്ര വലിയ വെള്ളം കയറി വരുന്നുണ്ട്. കാരണം മഴ 2-3 ദിവസമായിട്ട് ഇല്ലാത്തത് കൊണ്ട് വെള്ളത്തിൽ കയറി വരുന്നുണ്ട്. അങ്ങനെ ഞാനും ഹസ്ബൻഡും കുട്ടിയും ഞങ്ങളെന്നാ ആ വാട്ടർഫോൾസ് ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി. ഒടുക്കത്തെ ഇറക്കം എന്ന് പറഞ്ഞാൽ അവിടെ പോയ ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും. ശരിക്കും ഒരു ഓഫ് റോഡ് പോണ പോലത്തെ ഒരു വഴികളാണ് കേട്ടോ അത്. പക്ഷേ അത്യാവശ്യം കാലൊരു ലെവലാകും പോയി ഇറങ്ങി കയറി പിന്നെ നമ്മൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ. ഇത് ശരിക്കും താഴ്ചയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റും. ഇത് എൻ്റെ ഇത് 2ാമത്തെ വരവാണ്. കാരണം ഞാൻ എൻ്റെ കുട്ടീനെ 7-ാം മാസത്തിലാണ് തോന്നുന്നു, 7-ാം മാസത്തിലാണ് ഞാൻ ഈ സ്ഥലത്ത് ഞാൻ വരുന്നത്. അന്ന് ഇത്ര ഇറങ്ങിയില്ല. ചെറിയ വാട്ടർഫോൾസ് കാണുന്ന ഈ ഒരു സ്ഥലത്ത് വരെ മാത്രം ഞാൻ ഇറങ്ങിയുള്ളൂ. എന്നിട്ട് ഞങ്ങൾ നേരെ പിന്നെ പിടിച്ച് കയറി പോവുകയും ചെയ്തു. നല്ലൊരു വഴികളെന്ന് പറഞ്ഞാൽ അത്രയും നല്ല വഴികൾ, ഒരു രക്ഷയില്ല. എൻ്റെ മോനെ അങ്ങനെ നിലത്ത് താഴത്തിറങ്ങി എൻ്റെ ദൈവം ഏറ്റവും മുകളിൽ നിന്നാണ് ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചു തന്ന ആ ഒരു വ്യൂ. ഇപ്പം എന്ത് ഭംഗി നോക്ക്. ആ വെള്ളം ഇങ്ങനെ ശരിക്കും ഒരു പാത്ത പോലെ, ആ വെള്ളം ഇങ്ങനെ നീരറവ് പോലെ. ശരിക്കും നമ്മളുടെ അങ്ങോട്ടൊക്കെ മുല്ലപ്പെരിയാറിൻ്റെ മറ്റേ ഡാം തുറക്കുമ്പോൾ ഒരു പത പോലെ വരുന്നത് പോലെ, അതേപോലെ ഇത്രയും നല്ല രസം. നമുക്ക് അടുത്തുനിന്ന് കാണാൻ ഇത്ര ഭംഗിയുള്ളൂ കേട്ടോ. എനിക്ക് മൊബൈലിൽ എത്രത്തോളം ഇത് ഭംഗിയുണ്ടാവും എന്നറിയില്ല കേട്ടോ. അത്രയും എന്താ പറയുക, എന്ത് രസമാണെന്നറിയോ. വെള്ളം ഇത്തിരി ഒരു കലങ്ങി മറിഞ്ഞൊക്കെ കിടക്കുകയാണ്. പക്ഷെ എനിക്ക് ആ വാട്ടർഫോൾസ് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് കൊതി വന്നിട്ട് പാടില്ല. ദൈവം അതിൻ്റെ അടിയിലൊക്കെ പോയിരുന്നു നമ്മുടെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കണമെന്നൊക്കെ ഒരു മൈൻഡാണ്. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് ചെറിയ ചെറിയ കല്ലുകളൊക്കെ വീഴാന്ന് പറയാൻ പറ്റില്ല. ഹസ്ബൻഡ് പറയാറുണ്ട്, പുള്ളിക്കാരൻ ചെറുതായിരുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കുളിച്ചിട്ടുണ്ട്. അന്നിങ്ങനെ ഇത്രയും ഇങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഒരു പ്രാവശ്യം ഇങ്ങനെ കല്ല് വന്ന് ഇങ്ങനെ താഴത്തേക്ക് വീണ് അങ്ങനെയൊക്കെയാണ് ഇത് ഇത്രയും റെസ്ട്രിക്ഷൻ ഏരിയ. ഞങ്ങൾ ശരിക്കും ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് മുള്ളുവേലികൾ വെച്ചേക്കാണ്, മുള്ള് താഴെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ മുള്ളുവേലി അവർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ്. പക്ഷേ ഞങ്ങൾ ഇതുണ്ട് മുള്ളുവേലി. അപ്പോൾ ആ മുള്ളുവേലിയുടെ ഇപ്പുറത്താണ് ഞാൻ നിന്ന് എല്ലാ വീഡിയോ എടുത്തത്. പിന്നെ ഹസ്ബൻഡ് കുട്ടിയായിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. കാരണം അത് അത്രയും ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇരിക്കണ കല്ലുകളൊക്കെ ചിലപ്പോൾ നമ്മൾ ചവിട്ടിയാൽ ഒന്നും അറിയാനേ ഉള്ളൂ. പിന്നെ അവനുമായിട്ട് ഞാനായിട്ട് കുറേ വീഡിയോ ഒക്കെ ഹസ്ബൻഡ് എടുത്തു തന്നു. എനിക്ക് കുറേ റീൽസൊക്കെ ഇടാനായിട്ട് ഇനി ഇടണം. ഇതിലൊരുപാട് റീൽസൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ അത്രയും നല്ല സ്ഥലം. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ, മലപ്പുറം എല്ലാവർക്കും അറിയാൻ സാധിക്കും. അയ്യപ്പനവ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു, എന്ന് വെച്ചാൽ അത്യാവശ്യം അത്ര ഡേഞ്ചർ അല്ലാത്ത എന്നാൽ ഡേഞ്ചറായ ഒരു സ്ഥലമാണ്. നല്ല എൻ്റെ ഹസ്ബൻഡ് മുള്ളുവേലി അപ്പുറത്തേക്ക് ഇച്ചിരി പോകുന്നുണ്ടെങ്കിലും ഇത്തിരി പോകുന്നുള്ളൂ. ജസ്റ്റ് അവനൊന്ന് അടുത്ത് കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ പുള്ളി ഉള്ളിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോണതാണ് എന്താണ് മലകയറ്റം കഠിനം അയ്യപ്പ എന്ന് പറയണ പോലെ ഇച്ചിരി കഠിനമായിരുന്നു. കാരണം അത് മുകളിലേക്ക് കയറലാണല്ലോ. താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഷൂ പോലെ ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. മുകളിലേക്ക് കയറാൻ ഇച്ചിരി പണിയാണ്. അവൻ ഇരുന്ന് ഇറങ്ങിയൊക്കെയാണ് അവൻ കയറുന്നത്. കാരണം അവൻ താഴത്തേക്ക് വന്നപ്പോൾ അവൻ്റെ അച്ഛനടുത്തുകൊണ്ട് താഴത്തേക്ക് വന്നു. മുകളിലേക്ക് കയറാൻ നേരത്തെ കുറച്ച് പ്രശ്നമാണ്. കാരണം ഒന്നാമത് ഇടുങ്ങിയ വഴിയാണ്. പിന്നെ ഇടജന്തുക്കളുണ്ടോയെന്നും നമുക്കറിയില്ല. പിന്നെ ഇത് എപ്പോഴും സഞ്ചാരം ഉള്ളതുകൊണ്ട്, ആളുകൾ പോക്കുള്ളത് കൊണ്ട് ഇടജന്തുക്കൾ വരാൻ ഈ സമയത്തൊന്നും വരാൻ ചാൻസ് ഉണ്ടാവില്ലായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ചെറിയ ചെറിയ വഴികൾ. അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ മുകളിലെത്തി എന്ന് പറയാം. സംഭവം അടിപൊളിയാണ്. ഈ വഴികളും അടിപൊളിയാണ്. ഒരു പ്രത്യേകതര എക്സ്പീരിയൻസ്. പണ്ട് ഭൂതത്താങ്കട്ട് അവിടെ എന്തോ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇതേപോലെ ഞങ്ങൾ പോയായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞിട്ടില്ല, വിയർത്തെന്ന് വെച്ചാൽ നല്ല വിയർത്ത്. മേക്കപ്പൊക്കെ ഒലിച്ചു പോയോ എന്ന് വരെ ഞാൻ തോന്നിച്ച്.
കാരണം അത്രയ്ക്കും ഒന്നാമത് ഈ സമയത്ത് മഴ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയില്ലാത്തതുകൊണ്ട് ഭയങ്കര വെയിലും ചൂടുമായിരുന്നു. പിന്നെ എന്നാൽ ചെറിയ തണുപ്പുണ്ട്, എന്നാലും നമ്മൾ വിയർത്ത് പോകും. അതേപോലത്തെ ഒരു ഹ്യൂമിഡിറ്റി. എന്തായാലും ഞങ്ങൾ മുകളിലെത്തി. അങ്ങനെ മുകളിലത്തെ വ്യൂ കാണിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ.